ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സമം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. കറന്റ്ലി നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ശരി, ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സപ്രഷനിലായിരിക്കാം. ചിലവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചും പോയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ പ്രോബ്ലംസുകൾ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാനായി കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായി തുടരുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തമ്മിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ അതേ ഒരു മാനസിക അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തിയും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്കും ഈ ഒരു ബന്ധം വിട്ടുകളയാനുള്ള ഒരു മനസ്സ് ഇതുവരെയും വന്നതായിട്ട് കാണുന്നില്ല. അത് നിങ്ങൾ തമ്മിൽ സൈലന്റായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കൂടി നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ മുന്നോട്ട് പോയ രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. ഈ വ്യക്തിയുമായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതായത് ഒരു മുൻജന്മ ബന്ധം ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്ത കാര്യവുമായിരിക്കാം. എവിടെയോ കണ്ട പോലെ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ആരും കാണാത്ത ഒരു കാണാച്ചരടായിരിക്കാം നിങ്ങളെ തമ്മിൽ ഇപ്പോഴും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ശരി, ആ വ്യക്തി ഏത് സിറ്റുവേഷനിലാണെങ്കിലും ശരി, ഈ ഒരു ബന്ധം പൂർണ്ണമായും അവസാനിച്ചു പോകാത്തത് അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഇനിയും പല കാര്യങ്ങളും ഹീലായിട്ടില്ല എന്നുള്ളത് കാണാനായിട്ട് കഴിയും. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലെ തെറ്റിദ്ധാരണകളോ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തെന്നുള്ള നിങ്ങളുടെ തോന്നലോ അതിന് കാരണമാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ എത്ര തന്നെ സ്നേഹമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നോവിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ചിന്തിച്ചു കൂട്ടി നിങ്ങൾ തന്നെ സ്ട്രെസ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിൽ ഉണ്ടായിരിക്കാം. അതായത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിപ്പീറ്റായി ചിന്തിച്ച്, അതായത് പിന്നെയും പിന്നെയും നെഗറ്റീവ് അടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ തന്നെ ഓരോന്ന് ചിന്തിച്ച് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ.
അതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഹീലായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഹീല് ചെയ്യുക എന്നിവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ ഇതുവരെയും നിങ്ങൾ വിട്ടുകളയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ്. വിട്ടുകളഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചു കൊടുക്കുക. കാരണം റിലേഷൻഷിപ്പ് പ്രോബ്ലംസുകൾ ഹീലാവാതെ കിടന്നാൽ പിന്നെയും ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയാൽ നിങ്ങളുടെ മനസ്സമാധാനം കൂടി നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ചിലരെങ്കിലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നേരിട്ട എക്സ്പീരിയൻസ് എല്ലാം തന്നെ ക്ഷമിച്ചു കൊടുക്കാൻ റെഡി അല്ലായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടി അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ച പല കാര്യങ്ങളും മറന്നു കളയാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല നല്ല മാറ്റങ്ങളും ഉണ്ടാകാൻ കാരണമാകും എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു മുൻജന്മ ബന്ധമായതുകൊണ്ട് തന്നെ പറയാൻ കഴിയും ഈ ഒരു ജന്മത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി കാരണമാണ് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിക്ക് പെയിൻഫുൾ സിറ്റുവേഷൻ സമ്മാനിച്ചത്. അതിന്റെ കർമ്മയാണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജന്മത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർമിക് സൈക്കിൾ റിപ്പീറ്റായി സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ ജന്മത്തിന്റെ തുടർച്ചയായിരിക്കാം ഈ ഒരു ജന്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിന്റെ തുടർച്ച അടുത്തൊരു ജന്മത്തിൽ വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കാർമിക് സൈക്കിൾ റിപ്പീറ്റായിട്ട് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്റെ പാവാതെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുമെങ്കിൽ കൂടി ഇതിൽ ഒരുപാട് സ്വസ്ഥതക്കേടുകളും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ള തടസ്സങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ജന്മത്തിൽ ഹീലാക്കി വിടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതെല്ലാം പുറത്തു കൊടുക്കുന്നതോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഹീലിംഗ് സംഭവിക്കുകയും ഇതുപോലെയുള്ള കാർമിക് സൈക്കിൾ റിപ്പീറ്റ് ആവാതിരിക്കുന്നതുമാണ്. ഇനിയും കറന്റ് ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മാനസികമായി ഒരുപാട് തളർന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സോളിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്റ്റക്കാണ്. ചില കാര്യങ്ങളിൽ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അവർക്കിപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഒന്നും നൽകാൻ കഴിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഈ വ്യക്തിയെ വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ വ്യക്തികളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യവുമായിരിക്കാം. ചിലവരുടെ കേസിൽ അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്ക് അതൊരു പ്രോബ്ലം ആകുന്ന സിറ്റുവേഷനും ആയിരിക്കാം നിലവിലുള്ളത്. നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നാൽ മറ്റാരെയെങ്കിലും വേദനിപ്പിക്കേണ്ടതായി വന്നേക്കാം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ തുടരുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുമായി മുന്നോട്ട് പോയാൽ അവരുടെ ലൈഫിലെ മറ്റു പല ബന്ധങ്ങളും മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അവർക്ക് നിങ്ങളെ വേണ്ടാന്ന് വെക്കാനും കഴിയുന്നില്ല. അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയ വ്യക്തികളെയും പിണക്കാനും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അതായത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻ
സീക്രട്ടായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റാർക്കും അറിയണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റാരെങ്കിലും അറിഞ്ഞതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉള്ള വ്യക്തിയാണെങ്കിൽ കൂടി അതൊന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ മാനസികമായി ഒരുപാട് തളർന്നിരിക്കുന്നു, ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു നിസ്സഹായ അവസ്ഥ. അതായത് നമ്മൾ പറയില്ലേ ചെകുത്താനും കടലിലും നടുക്കായി പോയെന്ന്, ആ ഒരു സാഹചര്യമാണ് ഈ ഒരു വ്യക്തിക്ക് നിലവിലുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങളെ നേടാനായി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റു പല കാര്യങ്ങളും നഷ്ടമാക്കേണ്ടി വന്നേക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ ഉപേക്ഷിക്കാനും വയ്യ, മറ്റു പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കാനും വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ ചീറ്റ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയി ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങൾ എന്നും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തി അവരുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കൂടെ വേണമെന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ സ്റ്റക്കായി തുടരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ക്ലൂസ് നമുക്ക് നോക്കാം. നമ്പർ 24 പൂരാട നക്ഷത്രം, ലെറ്റർ എക്സ്. നമ്പർ 5 54 യെല്ലോ കളർ. നമ്പർ 1 1966 1980 2002 കോഴിക്കോട് 1994 1972 1977 അക്കൗണ്ടന്റ് 2061 April month 34 letter G. October month 1963 41 അനിഴം നക്ഷത്രം 2006 ഇടുക്കി number 30 31 letter A 65 55 letter Y 19 പത്തനംതിട്ട ജൂലൈ 32 38 രോഹിണി നക്ഷത്രം തൃശൂർ ലെറ്റർ N 1967 ലെറ്റർ U മെഡിക്കൽ ഫീൽഡ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഈ ക്ലോസ് എല്ലാം നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത്.